നമസ്കാരം, ഞാൻ ആര്യ. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഐ മേക്കപ്പ് ട്യൂട്ടോറിയലാണ് കേട്ടോ. പക്ഷേ വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഐ ലുക്കാണ്. അതുമാത്രമല്ല, ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഞാൻ ഐ ഷാഡോ പാലറ്റ് അല്ലെങ്കിൽ ബ്രഷോ അങ്ങനെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഐബ്രോ റേസർ വെച്ചിട്ട് ഐബ്രോസ് നന്നായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നോർമൽ റേസർ അല്ലെങ്കിൽ ബ്ലേഡ് ഇതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഐബ്രോസിന് ഇതുപോലെ ഐബ്രോ റേസർ മാത്രമേ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു പ്ലക്ക് അല്ലെങ്കിൽ ട്വീസർ എന്നൊക്കെ പറയുന്നത് നമുക്ക് എല്ലാം ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് കൂടി വെച്ചിട്ട് ഞാനൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ഞാനിത് ഷേപ്പ് ചെയ്തതാണ്, ജസ്റ്റ് ഒരു ഡെമോ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നേ ഉള്ളൂ. എന്നിട്ട് സിസേഴ്സൊക്കെ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് അതിനുശേഷം നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഒരിക്കലും മറക്കരുത്. ഓക്കെ, ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഐബ്രോ പെൻസിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു ഐ മേക്കപ്പ് എന്ന് പറയുന്ന മേക്കപ്പിൻ്റെ ഈ ഒരു പാർട്ടിൽ മാത്രമാണ് നമുക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ബാക്കിയെല്ലാം ഒരു ബേസിക് റൂൾ ഉണ്ടാവും. ഫൗണ്ടേഷൻ, കൺസീലർ, ലിപ്സ്റ്റിക്, ഇതൊക്കെ ഇതിലൊന്നും നമുക്ക് അങ്ങനെ അധികം ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ്സ്, കളേഴ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരുപാട് ക്രിയേറ്റീവായിട്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ജസ്റ്റ് ഇങ്ങനെയും ഐ ഷാഡോ ബ്രഷൊന്നും യൂസ് ചെയ്യാണ്ട് ചെയ്യാം എന്ന് മാത്രം കാണിക്കുന്നേ ഉള്ളൂ. ഈ സെയിം ഷെയ്ഡോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കൺസീലറാണ് എടുത്തിട്ടുള്ളത്. കൺസീലർ എടുത്ത് ഒരു ബേസ് നമുക്ക് വേണം, നല്ലൊരു ബേസ് വേണം. ഞാനിവിടെ വേറെ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഇത് മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ. അതുകൊണ്ട് ഐസ് മാത്രം ഒരു ബേസ് മേക്കപ്പിന് വേണ്ടിയിട്ട് കൺസീലർ എടുത്തുന്നേ ഉള്ളൂ. ഇത് നിർബന്ധമില്ല കേട്ടോ, ഫൗണ്ടേഷൻ ആയാലും മതി. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഒരു സ്പഞ്ചോ ബ്രഷോ എന്ത് വേണേലും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഐബ്രോസിൻ്റെ അവിടെ ഞാൻ യൂസ് ചെയ്തത് നമ്മുടെ ക്യൂട്ടിപ്പാണ്, ബഡ്സ്. ഓക്കെ, അപ്പോൾ ബ്രഷിന് പകരം നമ്മളെ ഒരുപാട് സഹായിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ഞാനിവിടെ ഒരു ലിപ്സ്റ്റിക്കാണ് ആദ്യം എടുത്തിട്ടുള്ളത്. ഇത് വന്നിട്ട് ബ്ലൂ ഹെവൻ്റെ ലിപ്സ്റ്റിക്കാണ്. എല്ലാ ഡീറ്റെയിൽസും ലിങ്കും ഒക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആദ്യം ഞാൻ ടേപ്പ് ഒട്ടിച്ചിട്ടില്ലായിരുന്നു. പിന്നെ എനിക്ക് തോന്നി കുറച്ചുകൂടി ഒരു ഡിഫൈൻഡ് ലുക്ക് കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പിന്നെ ലിപ്സ്റ്റിക്ക് എപ്പോഴും ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഔട്ടർ കോർണേഴ്സിൽ നിന്ന് ഇന്നർ കോർണേഴ്സിലേക്ക് വരാനായിട്ട് ശ്രദ്ധിക്കണം. ഐ ഷാഡോസ് എപ്പോഴും നമ്മൾ ഔട്ടർ കോർണേഴ്സിൽ നല്ല ഡെപ്ത് ഉണ്ടാകുമ്പോഴാണ് കാണാൻ ഭംഗിയായിട്ടുണ്ടാവുക. അപ്പോൾ നമുക്കിത് ഫിംഗേഴ്സ് വെച്ച് തന്നെ ചെയ്യാം. നന്നായിട്ട് ദേ ക്രീസിൻ്റെ അവിടെയൊക്കെ ഒരു ആർച്ചായിട്ട് നല്ല രീതിയിൽ ഫിംഗേഴ്സ് വെച്ച് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാൻ ഐബ്രോസിന് യൂസ് ചെയ്ത ഒരു ക്യൂട്ടിപ്പ് ഉണ്ടല്ലോ, അതിൽ കുറച്ച് കൺസീലർ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു സെയിം ക്യൂട്ടിപ്പ് വെച്ചിട്ട് തന്നെ നമ്മുടെ ഈ ഒരു എന്താ പറയുക, നമ്മുടെ ക്രീസിൻ്റെ അവിടെയുള്ള ഷാർപ്പ് എഡ്ജസൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ അതിന് ഈ ഒരു കൺസീലറുള്ള അല്ലെങ്കിൽ ഫൗണ്ടേഷനുള്ള ക്യൂട്ടിപ്പ് വെച്ചിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ഫൗണ്ടേഷൻ കോമ്പാക്റ്റ് അല്ലെങ്കിൽ ലൂസ് പൗഡർ വെച്ചിട്ടൊന്ന് വെറുതെ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മളൊരു ക്രീമി ലിപ്സ്റ്റിക് അല്ലേ യൂസ് ചെയ്യുന്നത്, പൗഡർ പ്രോഡക്റ്റ് അല്ലല്ലോ. ഇനി അടുത്ത ഞാൻ വീണ്ടും വേറൊരു ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. ഇത് എഗെയിൻ നമ്മൾ ഔട്ടർ കോർണേഴ്സിൽ നിന്ന് ഇന്നർ കോർണേഴ്സിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒരു ഡീപ്പ് ഷെയ്ഡാണ് കേട്ടോ, ഒരു ബ്രൗൺ ഷെയ്ഡാണ്. അപ്പോൾ ഓക്കെ, സെയിം ടെക്നിക്ക് തന്നെയാണ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ. ഔട്ടർ കോർണേഴ്സിൽ നിന്ന് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. വീണ്ടും ഒരു കോമ്പാക്റ്റ് വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി ഭംഗിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു റോസ് ഗോൾഡ് ഷെയ്ഡാണ്. അതെടുത്തിട്ട് ഇങ്ങനെ മിഡിൽ പാർട്ടിലായിട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫിംഗേഴ്സ് വെച്ചിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് മിഡിലിൽ തന്നെ ഡാബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്ലീൻ ഫിംഗേഴ്സ് വെച്ചിട്ട് രണ്ട് സൈഡിലേക്കും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും ഷെയ്ഡ്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ടൊക്കെ ഏത് കളേഴ്സ് വേണേലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കൂടുതൽ ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് യൂസ് ചെയ്യാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഇനി ഇതിന് ശേഷം ഞാൻ കാജലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. വളരെ തിന്നായിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അത് സെയിം ഒരു ക്യൂട്ടിപ്പ് വെച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്.
ക്യൂട്ടിപ്പ് എടുക്കുമ്പോൾ ഞാൻ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് അപ്ലൈ ചെയ്ത ഒരു ബ്രൗൺ ഷെയ്ഡ് ലിപ്സ്റ്റിക് ഉണ്ടല്ലോ അതിനെ ഈ ഒരു ക്യൂട്ടിപ്പിൽ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് അത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു നമ്മുടെ കാജലിനെ സ്മഡ്ജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി ഒരു ഷെയ്ഡ് കുറച്ചുകൂടി ഒന്ന് ഫെയ്ഡ് ആവുന്നുണ്ട്. അതാണ് കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നി. ഓക്കെ, അങ്ങനെയാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്. പിന്നെ സെയിം തന്നെ താഴെയും ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാണിച്ചിട്ടില്ല. അതും ഇതുപോലെ തന്നെയാണ് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ തിന്നായിട്ട് വേണോ തിക്കായിട്ട് വേണോ എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. അതിനുശേഷം ഫൈനലായിട്ട് മസ്കാര മസ്റ്റാണ്. അത് ആരും മറക്കരുത്, നിങ്ങളൊരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ലാഷസ് ഒന്ന് കേൾ ചെയ്തതിന് ശേഷം മസ്കാര ഒരു 2-3 കോട്ട്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓരോ കോട്ടും ഡ്രൈ ആയതിനു ശേഷം അടുത്ത കോട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ പിന്നെ ഒരു ഫോൾസീസിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അത്യാവശ്യം ഒരു നല്ല ലുക്കിനുള്ളത് അങ്ങനെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊരു ബിഗിനേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. ബിഗിനേഴ്സൊക്കെ ആദ്യമേ തന്നെ ഐഷാഡോ പാലറ്റും അങ്ങനെയൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ഐ ലുക്കൊക്കെ നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും ട്രൈ ചെയ്യാം കേട്ടോ. ഫൈനൽ ലുക്ക് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്